രാമ 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 ലോകാഭിരാമ ഭൂമി ബാലശ്രേഷ്ഠ ഭാരതം ശ്രേഷ്ഠ ഭാരതം. നമസ്കാരം. ശ്രേഷ്ഠ ഭാരതത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ശ്രേഷ്ഠ ഭാരതം 5ാമത്തെ എപ്പിസോഡാണത്. 1ാമത്തെ പരിണാമഘട്ടം. ഇന്നത്തെ എപ്പിസോഡിന്റെ പ്രത്യേകത അറിയില്ലേ? ഇന്ന് എലിമിനേഷൻ റൗണ്ടാണ്. ഈ ആഴ്ച പങ്കെടുത്ത 4 ടീമുകളിൽ 2 ടീമുകൾ അടുത്ത റൗണ്ടിലേക്കും 2 ടീമുകൾ പുറത്തേക്കും പോകുന്നു. 30 സെക്കൻഡ്സേ ഉള്ളൂ കേട്ടോ. പറഞ്ഞോളൂ വേഗം. സരസ്വതിയെ അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ മുത്തശ്ശിയോടോ മുത്തശ്ശനോടോ ആരോട് വേണമെങ്കിലും ചോദിക്കാം. താൻ കൊടുത്ത വൈഷ്ണവജാപം കുലച്ച ശ്രീരാമനെ തിരിച്ചറിയുന്ന പരശുരാമൻ കിംക്ഷണന്മാർക്കു വിദ്യയുണ്ടാകൽ. മലയാളത്തിൽ എഴുതുമ്പോൾ അത് തിരിച്ചു പറയാനായിട്ടുള്ള ഒരു ശീലം കൂടെ ഉണ്ടായാൽ വളരെ നന്ന്. പുലസ്ത്യപുത്രനായ രാവണന്റെ ദുഷ്പ്രവർത്തികൾ കാരണം 3 ലോകങ്ങളും നാശത്തോടടുക്കുകയാണ്. ആശ്രയം അവർക്കെന്തോന്നുള്ളതു തപോനിധേ. രാവണൻ ഉൾപ്പെടെയുള്ള അസുരന്മാരുടെ ആക്രമണം വർദ്ധിച്ചു വന്നിരുന്നൊരു സമയമായിരുന്നു അത്. അയോധ്യാധിപതി പത്നിമാരെയും കൂട്ടി നമ്മുടെ ആശ്രമത്തിലെത്തുമ്പോൾ വിഷയം രാജകാര്യമല്ലെന്ന് നമുക്ക് ഊഹിക്കാനാകുന്നു. എല്ലാവരും വളരെ വെൽ റെഡ് ആൻഡ് വെൽ ഇൻഫോംഡ് എന്ന് വേണമെങ്കിൽ പറയാം. നിർമ്മലനാത്മജ്ഞാനത്തിനിവൻ പാത്രമല്ലോ. ഉപനിഷത്തിൽ ഒരു സന്ദേശമുണ്ട്. മനയേവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോഹോ ബന്ധായ വിഷയാസക്തം മുക്തം നിർവിഷയം സ്മൃതം. ചേതസാ വിചാരിച്ചു കാൺകിലോ പരമാർത്ഥം. പരമാത്മാവാകുന്ന ബിംബത്തിന് പ്രതിബിംബമായി കാണുന്നത് എന്താണ്? പോകുമാറിൽ നീ വഴിയാരുമേതു കാലം. ആശങ്ക വേണ്ട മഹാരാജൻ. രാമലക്ഷ്മണന്മാർ സാധാരണ മനുഷ്യരല്ല. രാക്ഷസ നിഗ്രഹം അവരുടെ ജന്മദൗത്യമാണ്. വേറെയും ദേവകാര്യങ്ങളുണ്ട്. അങ്ങേക്ക് ധൈര്യമായി അവരെ മഹർഷിക്കൊപ്പം അയക്കാം. ശ്രേഷ്ഠ ഭാരതം. നമുക്ക് ജഡ്ജസിനെ സ്വാഗതം ചെയ്യാം. സ്വാഗതം ചെയ്യുന്നു ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ സർ. സ്വാഗതം സർ. സ്വാഗതം ചെയ്യുന്നു ശ്രീ കാവാലം ശ്രീകുമാർ സർ. സ്വാഗതം സർ. സ്വാഗതം ചെയ്യുന്നു ശ്രീ രാഹുൽ ഈശ്വർജി. സ്വാഗതം സർ. ദിവാദ മത്സരം ആരംഭിക്കുകയാണ്. ദിവാദം നയിക്കുന്നത് ഞാനല്ല. ദിവാദ മത്സരം നയിക്കാൻ ശ്രീ രാഹുൽ ഈശ്വർജിയെ ക്ഷണിക്കുന്നു. നമുക്ക് ടീമുകളെ ക്ഷണിക്കാം. ടീം എ ഗുരുകുലം പബ്ലിക് സ്കൂൾ തൃശൂർ. ടീം ബി അമൃത വിദ്യാലയം പുതിയകാവ് കൊല്ലം. രാമായണത്തിന്റെ അറിവുകൾ പങ്കുവെക്കുന്ന ഈ ഷോയിൽ നിങ്ങളുടെ മത്സരം പുരോഗമിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. ദിവാദ മത്സരത്തിലേക്ക് 2 ടീമുകൾക്കും സ്വാഗതം. പരിചയപ്പെടാം. അമൃതലക്ഷ്മി. സ്കൂളിന്റെ പേര്? അമൃത വിദ്യാലയം 9th പഠിക്കുന്നത്. മോള്? എൻ്റെ പേര് നിമ. ഞാൻ അമൃതവിദ്യാലയത്തിലാണ് പഠിക്കുന്നത്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ശരി. എൻ്റെ പേര് ശ്രേയസ്. ഞാൻ ഗുരുകുലം പബ്ലിക് സ്കൂളിൽ പഠിക്കുന്നു. 9ൽ പഠിക്കുന്നു. എൻ്റെ പേര് മീനാക്ഷി. ഞാൻ ഗുരുകുലം പബ്ലിക് സ്കൂളിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ടോപ്പിക് അറിയാലോ? ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. നിങ്ങളുടെ വാദം തുടങ്ങാം. ആധ്യാത്മിക രാമായണത്തിൽ സ്തുതിഗീതങ്ങൾ അധികമാണ്.
തുഞ്ചത്ത് എഴുത്തച്ഛൻ രചിച്ച ആധ്യാത്മ രാമായണത്തിൽ സ്തുതിഗീതങ്ങൾ അധികം തന്നെയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. കഥയായാലും കാവ്യമായാലും അതിൻ്റെ ആസ്വാദനത്തിന് ഭംഗം വരുത്തുന്നത് എന്തും, അത് സ്തുതിഗീതമായാലും അലങ്കാരമായാലും കാവ്യശോഭയെ ഹനിക്കുന്നത് തന്നെയാണ്. ശ്രീരാമചന്ദ്രന്റെ അയനകഥാ സാഗരത്തിൽ ആറാടുന്ന അനുവാചകന്റെ മനസ്സിലെ രസാനുഭൂതികളെ ഹനിക്കുകയല്ലേ സ്തുതിഗീതങ്ങൾ ചെയ്യുന്നത്? മാത്രമല്ല, സാമാന്യ യുക്തിയുള്ള ഒരു വ്യക്തി, അത് ദൈവമായാലും സാധാരണ വ്യക്തിയായാലും, അദ്ദേഹം ഒരിക്കലും തന്നെ പുകഴ്ത്തുന്നത് ആഗ്രഹിക്കുന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ സ്തുതിഗീതങ്ങൾ അടിമ ഉടമ സമ്പ്രദായത്തിന് ആക്കം കൂട്ടുകയാണ് ചെയ്യുന്നത്. ഇതിനൊക്കെ പുറമെ സ്തുതിക്കുന്ന ചുണ്ടുകളെക്കാളും ദൈവത്തിന് പ്രിയം പ്രവർത്തിക്കുന്ന കരങ്ങളോടാണ്. അതുകൊണ്ട് തന്നെ സ്തുതിഗീതങ്ങൾ അലങ്കാരമല്ല, അരോചകമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഗംഭീരം. സെർവിങ് ഹാൻഡ്സ് ആർ ബെറ്റർ ദാൻ പ്രേയിങ് ലിപ്സ്. നമ്മുടെ അമ്മ മാതാമൃതാനന്ദമയി ദേവി സ്ഥിരം പറയുന്ന കാര്യമാണ്. എങ്ങനെ ഇതിനെ എതിർവാദം പറയും? ഇവിടെ ആദ്യം പറഞ്ഞു സ്തുതിഗീതങ്ങൾ കാവ്യശോഭ കെടുത്തുന്നുവെന്ന്. നാം സാധാരണ സ്തുതിഗീതങ്ങൾ ഒരു ഈണത്തിലാണ് ചൊല്ലാറുള്ളത്. ഇവിടെ പറയുന്നുണ്ട് മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് ശ്രീരാമൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ ഒരു അടിമ ഉടമ ആ ഒരു ഇത് തെറ്റല്ലേ? അങ്ങനെ അടിമയുടമായിട്ട് കാണുന്ന ഒരു വലിയ മനുഷ്യനുണ്ടെങ്കിൽ അദ്ദേഹത്തെ ആദരിക്കുന്നതിന് എന്താ ബുദ്ധിമുട്ട്? ആദരിക്കാം, പക്ഷെ അദ്ദേഹത്തെ സ്തുതിച്ചുകൊണ്ട് അദ്ദേഹമാണ് ഈ സ്തുതി എന്ന് പറയുന്നത് തന്നെ ഒരു ആദരവിന്റെ ഹൈ ഫോം അല്ലേ? ഇപ്പൊ ശ്രീകുമാർ സാറിന്റെ പാട്ടുകൾ അയ്യോ എന്ത് നന്നാ, ഗോപാൽ സാറിന്റെ അറിവ് എന്ത് നല്ലതാണ്. അപ്പൊ അതുപോലെ ഒരു ഹൈറ്റ് ഇതാണ് സ്തുതി. പക്ഷേ ആ സ്തുതികൾക്കിടയിൽ നമ്മൾ കഥയുടെ ഒഴുക്കിനെയല്ല അത് ബാധിക്കുന്നത്. അല്ല, ശരിക്കും ഈ സ്തുതിയുടെ ആധിക്യം ഉണ്ട് എന്ന് പറയുന്നത് ശരിയല്ലേ? സ്തുതിയുടെ ആധിക്യമാണ്. തീർച്ചയായും സ്തുതിയുടെ ആധിക്യമുണ്ട്. അതിനെ എങ്ങനെ ഓവറാക്കാം, പക്ഷെ ഓവറാക്കണ്ട എന്നാണ് പറയുന്നത്. അമിതമായാൽ അമൃതം വിഷമാണല്ലോ. അധികമായാൽ അമൃതം വിഷം, അധികമായാൽ സ്തുതിയും വിഷം എന്ന് പറയുന്നു. ഒരിക്കലുമില്ല. കാരണം നമ്മൾ ഈ സ്തുതിക്കുന്നത് ആരെയാണ്? ശ്രീരാമനെയാണ്. അത് നേരത്തെ പറഞ്ഞതുപോലെ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ്. അപ്പോൾ ഒരു അവതാര പുരുഷനെ എത്ര സ്തുതിച്ചാലും അത് ഒരിക്കലും അത് അധികമല്ല. അത് അതിൻ്റെ വായനക്കാരുടെ മനസ്സിൽ അത് അദ്ദേഹം ആരാണെന്നുള്ള ബോധം ഊട്ടി ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. ശരി, അവസാന കൺക്ലൂഡിംഗ് ആർഗ്യുമെന്റ്സ്. പ്രവർത്തിക്കാൻ പല മേഖലകളുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ കേരളം ഏറ്റവും കൂടുതൽ നേരിട്ട ഒരു വൻ വിപത്താണ് പ്രളയം. ഈ സമയത്ത് നമ്മൾ ദൈവത്തിനെ സ്തുതിക്കുന്നതേക്കാളും ഉപരി നമ്മൾ ഇറങ്ങി പ്രവർത്തിക്കുകയാണ്. പ്രവൃത്തി കർമ്മമാണ് പ്രധാനം. ഇത് എഴുതിയത് 15-ാം നൂറ്റാണ്ടിന്റെ അവസാന പാദവും 16-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പാദവുമാണ് എന്നാണ് നാം വിശ്വസിക്കുന്നത്. അതും എഴുത്തച്ഛൻ രചിച്ചതാണെന്നാണ് വിശ്വസിക്കുന്നത്. അന്നത്തെ കാലത്ത് ഇത് അദ്ദേഹം സാധാരണക്കാരെ ഉദ്ദേശിച്ച് മാത്രമാണ് എഴുതിയത്. വേദസംഹിതമായ രാമായണത്തെ ബോധഹീനന്മാർക്കറിയാവണ്ണം അദ്ദേഹം അത് എഴുതിയതാണെന്ന് അദ്ദേഹം ആദ്യം തന്നെ രാമായണത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് സാധാരണക്കാർക്ക് അവർക്ക് ഉതകുന്നതായിട്ടുള്ള രീതിയിൽ സ്തുതികൾ ആ ഒരു ഈണത്തിൽ പാടുന്നത് അതൊരിക്കലും അവർക്ക് അധികമാണെന്ന് തോന്നുകയില്ല. അപ്പം നമ്മൾ ഇപ്പോൾ അതിനെ പല രീതിയിൽ വ്യാഖ്യാനിക്കുമ്പോൾ അന്ന് അത് എങ്ങനെ എഴുതി, അതിന് എഴുതാനുള്ള കാരണം എന്താണെന്ന് നമ്മളത് പറയണം. കർമ്മമൊക്കെ നല്ല തന്നെ, പക്ഷെ ഭക്തിയാണ് അടിസ്ഥാനം എന്നാണ് അടിസ്ഥാന ഉദ്ദേശം. കൊള്ളാം, നന്നായിട്ട് തന്നെ രണ്ടുപേരും വളരെ രസകരമായി തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആർഗ്യൂ ചെയ്തു. നല്ല ഫ്ലോ ഓഫ് ലാംഗ്വേജ് ഉണ്ടായിരുന്നു. ഫൈൻ, നമുക്ക് അടുത്ത ആൾക്കാരിലേക്ക് പോവാം. അടുത്തത് ഫോർ ആൻഡ് അഗൈൻസ്റ്റ്. ഫോർ പറയുന്ന ആൾക്ക് തുടങ്ങും. ഇത്രയും സ്തുതികൾ കാവ്യഭംഗി കെടുത്തുക തന്നെയാണ്. ഒരു കാര്യം ആവർത്തിച്ച് പറയുമ്പോൾ നമുക്ക് വിരസത തോന്നും. വായിക്കുന്ന ആൾക്ക് മടുപ്പുണ്ടാവുമെങ്കിലും അത് ശ്രോതാവിന് മടുപ്പുണ്ടാക്കുക തന്നെയാണ്. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ രാമായണം എന്നാൽ അധ്യാത്മ രാമായണമാണ്. അധ്യാത്മ രാമായണത്തിൽ ആധ്യാത്മികതയ്ക്കാണ് മുൻതൂക്കം. ഇതിൽ ഭക്തി വളരെ അനിവാര്യമായൊരു ഘടകമാണ്. അത് സ്തുതിഗീതങ്ങളിലൂടെ ആകുമ്പോൾ അതിൻ്റെ ആസ്വാദനശേഷി കൂടുകയാണ് ചെയ്യുന്നത്. മനുഷ്യ മനസ്സിൽ സ്തുതികൾ വായിച്ചാൽ ഭക്തി ഉണ്ടാകുമെന്നാണ് താങ്കൾ പറഞ്ഞു വരുന്നത്? കാരണം അന്നത്തെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ അക്ഷരാഭ്യാസം പോലും ഇല്ലാത്തവരായിരുന്നു പല ജനങ്ങളും. അപ്പോൾ ഈ സ്തുതിഗീതങ്ങൾ അവരുടെ മനസ്സിലും ചുണ്ടിലും സ്ഥാനം പിടിച്ചു. കാരണം അധ്യാത്മരാമായണം അവരുടെ ഒരു നിത്യപാരായണ ഗ്രന്ഥമായിരുന്നു. അതാണല്ലോ ഇത്രയും സ്തുതികൾ കേൾക്കുമ്പോൾ അവർക്ക് മടുപ്പുണ്ടാവത്തില്ല, ആവർത്തിച്ച് പറയുമ്പോൾ. ഇത്രയും ഈ സ്തുതിയെ അമിതമാകുമ്പോൾ അത് മടുപ്പുണ്ടാക്കില്ലേ? ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കുഴപ്പമില്ല, സ്തുതി അഭിപ്രായം അല്ല, അങ്ങനെ അഭിപ്രായത്തെ സാധൂകരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു സ്തുതി പറയുന്നു, മഹാത്മാഗാന്ധി എല്ലാ വർഷവും നമ്മൾ ഗാന്ധി ജയന്തി ആഘോഷിക്കുന്നു, നമുക്ക് മടുപ്പുണ്ടാവുന്നുണ്ടോ? ഈ രാമായണത്തിന് പൗനരുക്തി എന്നൊരു ദോഷമുണ്ട്. ആവർത്തിച്ച് പറയുന്നത് ഒരു ആഭാസമായിട്ടാണ് ആചാര്യന്മാരും സാഹിത്യ ഗ്രന്ഥങ്ങളും പറയുന്നത്. നല്ല പോയിന്റ് അല്ലേ? ആവർത്തിച്ച് പറയുമ്പോൾ ഇത്രയും ആവർത്തനം വേണ്ടാന്ന് അവർക്കും തോന്നിക്കാണും അല്ലേ? ഇത് അന്നും തോന്നിക്കാണില്ലേ? കാരണം ഭക്തിയാണ് ഏറ്റവും വലിയ കാര്യം. ശ്രീരാമൻ എന്ന് പറഞ്ഞാൽ അത്രയും ഗുണഗണങ്ങളുള്ളൊരു മനുഷ്യനാണ്.
അദ്ദേഹത്തിലെ ജീവിത മൂല്യങ്ങൾക്കാണ് നാം എന്താ പറയുക പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പോൾ അദ്ദേഹത്തെ അത്ര വലിയൊരാളായി കാണാൻ ഭക്തി അതിൽ വളരെയധികം ഭക്തി, ജീവിത മൂല്യങ്ങൾ. ഇപ്പൊ ആവർത്തനം എല്ലാം രസമാണോ? നിങ്ങൾ എല്ലാ ദിവസവും യൂണിഫോം ഇടുന്നുണ്ടോ? അതുകൊണ്ട് യൂണിഫോം ദേഷ്യം ഉണ്ടാവാറുണ്ടോ? അങ്ങനെയല്ല. ഇപ്പൊ ഒരാൾ നല്ല പ്രവൃത്തി ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ അയാൾ അഭിനന്ദിക്കുന്ന തെറ്റില്ല. പക്ഷെ എപ്പോഴും നല്ലവനാണെന്ന് പറയേണ്ട കാര്യം എന്താണ്? നല്ല പ്രവൃത്തി ചെയ്താൽ നല്ലവനാണെന്ന് പറഞ്ഞൂടെ? അങ്ങനെ പറയുന്നതിന്റെ കാരണം നീ എന്താണ്? ഇന്നലെ നല്ല പ്രവൃത്തി ചെയ്താൽ ഞാൻ ഒരു വർഷം മുമ്പ് നല്ലവനാണെന്ന് പറഞ്ഞാൽ മതിയോ? അല്ല, എപ്പോഴെപ്പോഴും പറയേണ്ട കാര്യമുണ്ടോ? അയാൾ ചെയ്ത് നല്ലതാണ്, അതിൽ കൂടെ എന്താണ് നമുക്ക് ലഭിക്കുന്നത്? ആ പുള്ളിക്ക് ഒരു മോട്ടിവേഷൻ, ഒരു ഇൻസ്പിറേഷൻ. പക്ഷെ വായിക്കുന്നതൊക്കെ അത്ര നന്നായിട്ട് തോന്നില്ല. വായിക്കുന്ന ആൾക്ക് പറയുന്ന കേൾക്കുന്ന ആൾക്ക് മോട്ടിവേഷൻ, ഈ വായിക്കുന്ന ആൾക്ക് എന്തിനാണ് ഈ അമിതമായി ഇൻസ്പിറേഷൻ മോട്ടിവേഷൻ കൊടുക്കുന്നതെന്ന് തോന്നുന്നില്ലേ? പിന്നെ സ്തുതിഗീതങ്ങൾ കൊണ്ട് ഭക്തി മാത്രമല്ല വേറെ ചില ഉദ്ദേശങ്ങൾ കൂടി പറയണം. എന്താ എഴുത്തച്ഛനുണ്ടായിരുന്നു എന്നാണ് ഞാൻ വായിച്ചറിഞ്ഞത്. സ്തുതിഗീതങ്ങളിൽ കൂടി അന്നത്തെ ഭാഷ എന്നാൽ വേദഭാഷയായ സംസ്കൃതമായിരുന്നു ഏറ്റവും വലുത്. ഇതിനോടൊപ്പം നമ്മുടെ മാതൃഭാഷ ഉയർത്തുവാൻ വേണ്ടി എഴുത്തച്ഛൻ ശ്രമിച്ചു. വേറൊരു കാര്യം കൂടിയുണ്ട്. അതിൻ്റെ രചനാ കാലഘട്ടം എന്ന് പറഞ്ഞാൽ വെറും ശൃംഗാര കാവ്യങ്ങൾ സംസ്കൃത മലയാളം മണിപ്രവാളത്തിൽ പടച്ചുവിട്ടുകൊണ്ടിരുന്നൊരു കാലമായിരുന്നു അത്. അപ്പോൾ ഇത് വായിച്ച് രസിച്ചിരുന്നൊരു ജനതയെ മുഴുവൻ ഭക്തിയുടെ മാർഗത്തിലേക്ക് കൊണ്ടുവരാനാണ് എഴുത്തച്ഛൻ അങ്ങനെ ചെയ്തത്. അമിതമായ ഭക്തി മനുഷ്യരെ കർമ്മവിമുഖരാക്കാനാണ് ഉപകരിക്കുക. വളരെ സ്ട്രോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. അമിതമായ ഭക്തി മനുഷ്യനെ കർമ്മത്തിൽ വിമുഖനാക്കും. ഓക്കെ, എന്ത് പറയുന്നു? ഇവിടെ അമിതമായ ഭക്തിയല്ല, കാരണം ശൃംഗാര കാവ്യങ്ങൾ എന്നൊരു കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അപ്പൊ അതിൽ നിന്നും മുക്തനാക്കുവാനാണ്, അല്ലാതെ അമിതമായി അങ്ങനെ. വെരി നൈസ് പ്ലീസ്. നന്നായി സംസാരിച്ചോട്ടെ, പക്ഷെ നമ്മൾ പറയുമ്പോഴേ ഒരു ഉറപ്പ്, ദൃഢത, കൺവിക്ഷൻ ആവശ്യമാണ് കേട്ടോ. ചിലപ്പോൾ നമ്മൾ വാദിക്കാൻ കിട്ടുന്ന പോയിന്റ് നമുക്ക് പൂർണ്ണമായിട്ട് യോജിപ്പില്ലാത്തതായിരിക്കാം, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ എന്നിരുന്നാലും പറയുമ്പോൾ ആ ദൃഢത, ഗൗരവം, സീരിയസ്നെസ് ഒക്കെ കൊടുക്കണം. ശരി, നമുക്ക് നമ്മുടെ ജഡ്ജസിനോട് ചോദിക്കാം. കോലർസൻ സർ, നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി, ഒരു കാര്യം നമ്മൾ മെസ്സേജ് കൊടുക്കാനാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ഇത്രയധികം ആവശ്യമില്ല. അത് ആസ്വദിച്ച് വായിക്കാനാണെങ്കിൽ ഡിവോഷൻ, ഡെഡിക്കേഷൻ, സിൻസിയറിറ്റിക്ക് ഈ ഭക്തി ആവശ്യമുണ്ട്. രണ്ട് ഭാഗവും നന്നായിട്ട് നിങ്ങൾ പറഞ്ഞു, വളരെ നന്നായിട്ട് പറഞ്ഞു. ഈ സ്തുതികളുടെ ഒരു എന്താ പറഞ്ഞ പല ഫോം ഉണ്ട് ഇതിനകത്ത്, രാമായണത്തിൽ തന്നെ. ഇപ്പം നമ്മൾ എഴുതിയിരിക്കുന്ന അതിനകത്ത് നമ്മൾ കാണുമ്പോൾ സ്തുതികൾ കവിതയും കൂടിയാണ്. സാധാ മലയാളിക്ക് ഇത്തരം കാര്യങ്ങൾ ചൊല്ലാൻ പറ്റും. രാമായണം മുഴുവൻ ചൊല്ലിയില്ലെങ്കിൽ അതിനകത്ത് സ്തുതികൾ വളരെ ഈസി ആയിട്ട് സാധാരണക്കാർക്ക് ചൊല്ലാനും പറ്റും. അത് കേട്ട് അതിൽ ആനന്ദിക്കാനും സാധിക്കും. രണ്ടുപേർക്കും ഞാൻ 8 വീതം തരുന്നു. പോയിന്റഡ് ആയിട്ട് നിങ്ങൾ രണ്ടുപേരും പറഞ്ഞു. ഞാനും 8 മാർക്കാണ്. കാരണം ആദ്യത്തെ റൗണ്ടിൽ ഒരാൾ, മറ്റൊരാൾ ലേശം, അടുത്ത റൗണ്ടിൽ ഇവിടെ പിന്നെ എന്താ പറയുക, അങ്ങനെ മാറിയതുകൊണ്ട് ഇവിടെ ഈക്വൽ ആയിട്ടാണ് നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങൾ രണ്ടുപേരുള്ളതുകൊണ്ട് അത് ഭാഗ്യം. 8 മാർക്ക് വെച്ച് രണ്ടുപേർക്കും. ഞാനും നിങ്ങൾ 2 ടീമിനും 8 മാർക്കാണ് തരുന്നത്. അപ്പം ടോട്ടൽ 2 ടീമിനും 24 മാർക്സ്. ദ്വിവാദ മത്സരത്തിന് അടുത്ത 2 ടീമുകളെ ക്ഷണിക്കും. അമൃത വിദ്യാലയം പന്തളം, ശ്രീശങ്കര വിദ്യാലയം വെള്ളറട. നമുക്ക് ടീമുകളെ പരിചയപ്പെടാം, കുട്ടികളെയും പരിചയപ്പെടാം. എൻ്റെ പേര് അമർനാഥ് VS. ഞാൻ ശ്രീശങ്കര വിദ്യാലയത്തിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ പേര് അഞ്ജന S. നായർ. ഞാൻ ശ്രീശങ്കര വിദ്യാലയം വെള്ളട 10th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. എൻ്റെ പേര് ഗൗതം. ഞാൻ പന്തളം അമൃത വിദ്യാലയം +2 പഠിക്കുന്നു. എൻ്റെ പേര് ഹരികൃഷ്ണൻ. ഞാൻ പന്തളം അമൃത വിദ്യാലയത്തിൽ +2 പഠിക്കുന്നു. മൽഭക്തി വിമുഖന്മാർ ശാസ്ത്രഗർത്തങ്ങൾ തോറും സൽഭാവം കൊണ്ടു ചാടി വീണു മോഹിച്ചിടുന്നു. ശാസ്ത്രം ഒരു ഗർത്തമാണ്, അതൊരു മോഹവലയമാണെന്ന് എഴുത്തച്ഛൻ്റെ വളരെ കൗതുകമുണർത്തുന്ന താത്വികമായൊരു വാദമാണ്. ആരാണ് ഗർത്തമാണ് എന്ന് പറയാൻ പോകുന്നത്? 4. ശരി, ഇവിടെ ആരാ അഗൻസ്റ്റ്? നിങ്ങളുടെ വാദം തുടങ്ങാം. ശാസ്ത്രം 100% ഒരു ഗർത്തമാണ്. പൂർണ്ണമായും ശാസ്ത്രം കൊണ്ട് മാത്രം മനുഷ്യന് ഒരിക്കലും ഒരു നല്ല നിലയിൽ എത്താൻ കഴിയില്ല. അതിനോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന ഒരു വസ്തുത തന്നെയാണ് ഭക്തിയും വിശ്വാസവും. ഭക്തിക്കും വിശ്വാസത്തിനും അതിൻ്റെതായ ഇടം നൽകാതെ ഒരിക്കലും ശാസ്ത്രത്തിൽ മനുഷ്യന് പുരോഗതി ഉണ്ടാകാൻ കഴിയില്ല. ശാസ്ത്രം തികച്ചും യുക്തിഭദ്രമാണ്. ശാസ്ത്രമില്ലാത്ത ഒരു മേഖല പോലും ഇന്ന് ഈ ലോകത്തില്ല. ഒരു ദിവസം പോലും നമുക്ക് ശാസ്ത്രമില്ലാത്ത ഒരു ജീവിതം ചിന്തിക്കാനേ കഴിയില്ല.
ഇവിടെ ശാസ്ത്രം തെറ്റാന്നോ ഒരിക്കലും ഞാൻ അങ്ങനെ പറയുന്നില്ല. പക്ഷേ അവിടെയും വിശ്വാസത്തിനും ഭക്തിക്കും അതിൻ്റെ ഇടം നൽകണം. ഒരു ചെറിയൊരു ഉദാഹരണം പറയാൻ ആഗ്രഹിക്കാം. ഒരു ഡോക്ടറിൻ്റെ അടുത്ത് നമ്മൾ പോവുക. അവസാന നിമിഷം പോലും ആ ഡോക്ടറും പറയുന്നത് എന്തെങ്കിലും ഒരു അത്ഭുതം അല്ലെ നിങ്ങൾ വിശ്വസിക്കുന്നതിൽ ശരിക്കും മുറുകെ പിടിക്കാനാണ് ഒരു ഡോക്ടർ പോലും പറയുന്നത്. അവിടെ വൈദ്യശാസ്ത്രം ഇത്രയും പുരോഗതിയിൽ എത്തി നിൽക്കുമ്പോൾ പോലും അങ്ങനെ പറയണമെങ്കിൽ തുല്യമായ അതിൻ്റെ ഒരു ഇതുണ്ട്. ശാസ്ത്രമൊക്കെ നല്ലതാണ്, യുക്തിചിന്ത നല്ലതാണ്, പക്ഷെ നമുക്ക് അപ്പുറമുള്ള ഒരു ശക്തിവിശേഷത്തിന്റെ അനുഗ്രഹവും ചൈതന്യവും വേണ്ടെന്നാണോ? ഭക്തി ശാസ്ത്രത്തിന്റെ ഒപ്പം നിൽക്കുന്നില്ല. അത് സത്യമല്ലേ? ശാസ്ത്രമല്ലേ കൂടിയത്, ശാസ്ത്രമല്ലേ മെച്ചം? ഭക്തിയൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കില്ലേ? പക്ഷെ ശാസ്ത്രമാണ് സത്യം. ശാസ്ത്രം എത്ര പുരോഗതിയിൽ എത്തിയാൽ പോലും മനുഷ്യ മനസ്സിന് ഒരു ഇത് നൽകാൻ ആധ്യാത്മികതയിലൂടെ മാത്രമേ പറ്റത്തുള്ളൂ. അതായത് ശാസ്ത്രം ജയിച്ചു മനുഷ്യൻ തോറ്റു എന്നൊരവസ്ഥ ഉണ്ടാക്കരുത്. അങ്ങനെ സിനിമ ഉണ്ടായിരുന്നു മലയാളത്തിൽ. ശാസ്ത്രം ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതാണ്. അതിനെ ഒരാളുടെ വാക്കുകളിലൂടെ നമുക്ക് അതിനെ മാറ്റാൻ കഴിയില്ല. പക്ഷെ ഭക്തി അപ്പോഴപ്പോഴാ മാറി മാറി നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് ഇവിടെ കാണാം. അത് ശരിയല്ലേ? ഇവിടെ ശാസ്ത്രം പുരോഗതിയിൽ എത്തി നിൽക്കുന്നു, പക്ഷേ മനുഷ്യ മനസ്സുകളെ അടുപ്പിക്കാൻ ആധ്യാത്മികതയിലൂടെയും ഭക്തിയിലൂടെയും സാധിക്കുന്നുള്ളൂ. കാരണം വേറൊരു ഉദാഹരണമാണ് ഹിരോഷിമ നാഗസാക്കി. ശാസ്ത്രത്തിന്റെ എന്താ പറയണ്ടേ, ശാസ്ത്രം അവിടെ വിജയിച്ചതാ. അവിടെ നടക്കുന്ന ശാസ്ത്രത്തിന്റെ പ്രക്രിയയാ. അത് വേണ്ട രീതിയിൽ എങ്ങനെ പ്രയോജനപ്പെടുത്തണമെന്ന്. അപ്പൊ അവിടെ ശാസ്ത്രം ജയിച്ചു, പക്ഷെ 6 ലക്ഷം 10 ലക്ഷം ആൾക്കാർ കൊല്ലപ്പെട്ടു. തീർച്ചയായും അത് ശാസ്ത്രം അങ്ങനെ വിചാരിച്ചിട്ടല്ലല്ലോ ചെയ്തത്. ശാസ്ത്രത്തിന്റെ തെറ്റായ ഉപയോഗമാണ്. ഒരു ഉപയോഗമാണ് ശാസ്ത്രത്തിന്. മെരിറ്റും ഉണ്ട് ഡീമെരിറ്റും ഉണ്ട്. ഓക്കെ ശരി. അപ്പം നല്ല രീതിയിലുള്ള ഒരു സയൻസ് വേഴ്സസ് ഫെയ്ത്ത് ഒരർത്ഥത്തിൽ നമ്മളത് ചെയ്യുകയുണ്ടായി. നമുക്ക് അടുത്ത നോക്കാം. നമുക്ക് വാദഗതിയിൽ തുടങ്ങാം. വിശ്വാസം പൂർണ്ണമായി യുക്തിഭദ്രം തന്നെയാണ്. ഒരിക്കലും ശാസ്ത്രം കൊണ്ട് വിശ്വാസത്തെ തകർക്കാൻ കഴിയില്ല. ശാസ്ത്രം കൊണ്ട് വിശ്വാസത്തെ തകർക്കാൻ കഴിയില്ല. നമ്മുടെ പൈതൃകം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ പൂർവികരായിട്ടുള്ള അനേകം ഋഷിവര്യന്മാരുണ്ടായിരുന്നു. ഇവരൊക്കെ ലോകത്തിന് മഹത്തരമായി തീർന്നേക്കാവുന്ന അനേകം ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ അനേകം സിദ്ധാന്തങ്ങൾ കണ്ടുപിടിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇവയിൽ മിക്കതും ലോകം അറിയാതെ പോയി. നമുക്കൊരാശയമുണ്ട്, അത് ലോകത്തോട് മുഴുവൻ വിളിച്ചു പറയാൻ നമുക്ക് സാധിക്കും. ഇതെല്ലാം ശാസ്ത്രത്തിന്റെ മെച്ചങ്ങളാണ്. നമ്മുടെ പഴയ സന്യാസിമാരെ അടക്കം നമ്മുടെ വലിയ പൂർവികന്മാരെ, ഋഷിമാരെ, സന്യാസിമാരെ ഈ ഭക്തി കൊണ്ട് മാത്രം കണ്ടുകൊണ്ടാണ് അവരുടെ ശാസ്ത്രീയത ലോകം അറിയാതെ പോയത്, അല്ലേ? പക്ഷേ അവിടെ ഭക്തിയാണ് പ്രധാന സ്ഥാനം വഹിക്കുന്നത്. ഒരിക്കലും അവിടെ അവർക്ക് വിശ്വാസം ഇല്ലായിരുന്നു എങ്കിൽ അവർക്കത് ചെയ്യാൻ കഴിയത്തില്ലായിരുന്നു. ഈ സന്യാസി ആയതുകൊണ്ടല്ലേ അദ്ദേഹത്തിന് കണ്ടെത്താൻ കഴിഞ്ഞത്. ഈ ദീർഘദർശിയായത് അദ്ദേഹത്തിന് ആത്മീയതയും ഭക്തിയും വിശ്വാസം ഉള്ളതുകൊണ്ടല്ലേ. അപ്പൊ അതിനെ എങ്ങനെ നിങ്ങൾക്ക് ഡിനൈ ചെയ്യാൻ കഴിയും? നമുക്കറിയാം, ശാസ്ത്രം നമുക്ക് ചുറ്റും ഒരു പക്ഷേ നോക്കിയാൽ നമുക്ക് ഏറ്റവും ആദ്യം കണ്ടെത്താൻ കഴിയുന്ന ശാസ്ത്രം. ഇപ്പോൾ തന്നെ നമുക്ക് ചുറ്റും നോക്കിയാൽ ശാസ്ത്രത്തിന്റെ ഒരു വിശാലമായ കലവറ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ശാസ്ത്രത്തിന്റെ എല്ലാ ഉന്നതികളുടെയും അടിസ്ഥാനം എന്നത് വിശ്വാസം തന്നെയാണ്. ഒരിക്കലും ശാസ്ത്രത്തെ കൊണ്ട് വിശ്വാസത്തെ തകർക്കാൻ കഴിയത്തില്ല. ആൽബർട്ട് ഐൻസ്റ്റീൻ നിരീശ്വരവാദി ആയിരുന്നില്ലല്ലോ. അദ്ദേഹം ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനായില്ലേ? എങ്ങനെ മറുപടി പറയും? തീർച്ചയായും ആൽബർട്ട് ഐൻസ്റ്റീൻ, അത് അദ്ദേഹത്തിന്റെ വിശ്വാസം. ഞാൻ പറഞ്ഞോട്ടെ, ഇപ്പോ ആ വിശ്വാസത്തെയാണ് ഇവർ ഊന്നി പറയുന്നത്. അതെ, ഇപ്പോ ഇതിനു മുമ്പ് എൻ്റെ സുഹൃത്തായ ഹരികൃഷ്ണൻ പറഞ്ഞു ഇപ്പോൾ ഹിരോഷിമ നാഗസാക്കി ആ വിഷയത്തെ പറ്റി. ഞാൻ പറഞ്ഞ അത് ആ ആളുകളുടെ മനോഭാവമാണ്. ഇതിപ്പം ശാസ്ത്രത്തിനെ ആണെങ്കിൽ ഇപ്പോൾ ഭക്തിയെ തന്നെ ആണെങ്കിലും തിന്മയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കും. ഇപ്പം അനേകം അനാചാരങ്ങൾ നമുക്കിടയിൽ നടക്കുന്നുണ്ട്, കൂടോത്രം, അതേപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ഭക്തിയെ ആണെങ്കിലും ശാസ്ത്രത്തിനെ ആണെങ്കിലും. നല്ല പോയിന്റ് അല്ലേ? ഭക്തി ആകട്ടെ ശാസ്ത്രമാകട്ടെ എന്തിനേയും ആൾക്കാർക്ക് തെറ്റായി ഉപയോഗിക്കാം. അതുകൊണ്ട് നിങ്ങൾ ശാസ്ത്രത്തെ എങ്ങനെ വിട്ടു പറയാൻ കഴിയും? വിശ്വാസത്തെയാണോ കൂടുതലായി തെറ്റായി ഉപയോഗിക്കുന്നത്, അതോ ശാസ്ത്രത്തെയാണോ കൂടുതലായി തെറ്റായി? നല്ല ചോദ്യം. അതും കൂടെ കേട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. വിശ്വാസത്തെയാണോ ശാസ്ത്രത്തെയാണോ കൂടുതൽ തെറ്റായി ഉപയോഗിക്കുന്നത്? ഈ 8 ലക്ഷം 10 ലക്ഷം പേരെ കൊന്ന ഹിരോഷിമ നാഗസാക്കി പോലെ, കെമിക്കൽ വാർഫെയർ പോലെ, യുദ്ധങ്ങൾ പോലെ എത്രയോ പേര് മരിക്കുന്നു. കൂടുതൽ ആൾക്കാർ ശാസ്ത്രം കാരണമല്ലേ മരിക്കുന്നത്? അതിന് ഉത്തരം എന്താണെന്ന് വെച്ചാൽ, നാം ഇപ്പോൾ പണ്ട് മുതലേ ഇപ്പോൾ ഇവിടെ രാമായണം, മഹാഭാരതം, അതേപോലെയുള്ള മഹത്തായ ഗ്രന്ഥങ്ങളുണ്ട്. ഇതിൽ നിന്ന് നാം പഠിച്ചു വന്നിട്ടുള്ളത്, മഹാഭാരതം എടുക്കുകയാണെങ്കിൽ ലോകം അതുവരെ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ യുദ്ധമായിരുന്നു മഹാഭാരതം. ഇനിയിപ്പം ശാസ്ത്രത്തിൻ്റെ കുഴപ്പം മാത്രമല്ല, ഇന്നിപ്പം നമുക്ക് വൈദ്യശാസ്ത്രത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ശാസ്ത്ര പുരോഗതിയിൽ എത്തുന്നതിന് മുമ്പ്, കുറേ വർഷങ്ങൾക്ക് മുമ്പ് നാം നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു വീട്ടിൽ ഒരാൾക്ക്, ആ വീട്ടിലൊരംഗത്തിന് മാരകമായ ഒരു രോഗം ബാധിച്ചു. ഇപ്പോൾ ഉദാഹരണത്തിന് വസൂരി ബാധിച്ചു. ആ രോഗം ബാധിച്ച ആൾ ആ കുടുംബത്തിന് എത്രത്തോളം പ്രിയപ്പെട്ട ആളാണെങ്കിൽ പോലും അന്ന് അതിന് ചികിത്സയില്ല. അപ്പോൾ എത്രത്തോളം പ്രിയപ്പെട്ട ആളാണെങ്കിൽ പോലും ആ ആളെ നിഷ്കരുണം വീടടക്കം കത്തിച്ച് കളയുമായിരുന്നു ചെയ്തിരുന്നത്. അന്നത്തെ ആൾക്കാർ ഭക്തിക്കും വിശ്വാസത്തിനും പ്രാധാന്യം കൊടുത്തായിരുന്നു ജീവിച്ചിരുന്നത്. അന്ന് ഇതേപോലെ ശാസ്ത്രത്തിന് പുരോഗതി ഉണ്ടായിട്ടില്ല. മാത്രമല്ല, ഇതേ വിശ്വാസം തന്നെയാണ് ഒരു സ്ത്രീയുടെ ജീവിതം വീടിനുള്ളിലാണ്
അവർക്ക് പുറത്തു പോയി പഠിക്കാൻ കഴിയില്ല, ഇത്തരത്തിലുള്ള വിശ്വാസങ്ങൾ കൈമാറി വന്നിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ മാറ്റം വരുത്തിയത് ശാസ്ത്രമാണ്. ശാസ്ത്രചിന്ത പുരോഗതിയാണ് മാറ്റിയെന്നുള്ളതാണ് വാദഗതി, തിരിച്ചുള്ളതാണ്. രണ്ടുപേരും നന്നായിട്ട് തന്നെ, വളരെ നന്നായി തന്നെ ആർഗ്യുമെന്റ്സ് പറഞ്ഞു. നമുക്ക് ജഡ്ജസിന്റെ മുന്നിലേക്ക് പോകാം. നല്ലൊരു ആർഗ്യുമെന്റ് ആയിരുന്നു രണ്ടുപേരും. അതിന് എനിക്ക് തോന്നുന്നു എ ടീം രണ്ട് ഇതിലും ഫോർ ആൻഡ് അഗൈൻസ്റ്റ് കുറച്ച് നല്ല മെച്ചപ്പെട്ട പ്രകടനമായിരുന്നു. പ്രത്യേകിച്ചും രണ്ടാമത് പറഞ്ഞ മോൻ നല്ല ഒരു ആയിരുന്നു. അവിടെ പോയിന്റ്സ് ഒക്കെ നല്ലൊരു പറഞ്ഞു. ഉള്ളി തിങ് ആ വാഗ്മിത്വം കുറച്ചുകൂടെ പ്രകടമാക്കാനുണ്ട്. നമുക്കിത് വാദമാണല്ലോ, എങ്ങനെ നമ്മൾ മുന്നോട്ട് ആശയങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതിൽ പോയിന്റ്സ് മാത്രം പറഞ്ഞാൽ പോലെ അത് എങ്ങനെ പറയുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. നന്നായിരുന്നു. നമ്മൾ ധർമ്മശാസ്ത്രം എന്ന് പറഞ്ഞാൽ ധാർമ്മികമായിട്ട് ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് നിർദ്ദേശിക്കുന്നതാണ് ശാസ്ത്രം. അതൊരു ഗർത്തമാണ്. ധാർമ്മികമായിട്ട് ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന്, മറ്റേത് ആത്മീയമായിട്ട് സ്വയം ചിന്തിച്ച് ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് തീരുമാനിക്കുന്നത് ആത്മീയത, ഭക്തി. ഏതായാലും നിങ്ങൾ സയൻസും ആത്മീയതയുമായിട്ട് അതിനെ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്തു. നല്ല രീതിയിൽ കപ്പാസിറ്റി ഉണ്ട്. എക്സലൻറ്റ്. മാർക്സും കൂടി ഞാൻ നേരത്തെ കൊടുത്ത പോലെ ഞാൻ രണ്ടുപേർക്ക് നല്ല രീതിയിൽ ചെയ്തതുകൊണ്ട്, ഒരാളുടെ കുറവ് മറ്റേ കോമ്പൻസേറ്റ് ചെയ്തതുകൊണ്ട് ഞാൻ 8 തന്നെ കൊടുക്കും. ശ്രീകുമാർ സർ, A 8, B 7. ഒരു കാര്യം കൂടെ നിങ്ങൾ ഒബ്സർവ് ചെയ്താൽ ഈ വലിയ വ്യത്യസ്ത രീതിയിൽ വ്യാഖ്യാനിക്കും. പക്ഷേ നിങ്ങളൊരു സയൻസ് വേഴ്സസ് ഫെയ്ത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെക്കുറിച്ച് ഏറ്റവും ഗംഭീരമായ നിലപാട് കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ശാസ്ത്രജ്ഞനായ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ശാസ്ത്രമില്ലാത്ത ആത്മീയത അന്ധവും, ആത്മീയതയില്ലാത്ത അല്ലെങ്കിൽ ആത്മീയതയില്ലാത്ത ശാസ്ത്രം മുടന്തനുമാണ്. ഒരുപക്ഷെ ന്യൂയോർക്ക് ടൈംസിൽ എഴുതിയ അദ്ദേഹത്തിൻ്റെ നിലപാട് വളരെ പ്രസിദ്ധമാണ്, അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ശ്രീകുമാർ സാർ പറഞ്ഞ പോലെ 8 ഇവിടെ 7 ഇവിടെ. നമുക്ക് ഈ ടീമുകളുടെ ടോട്ടൽ മാർക്സിലേക്ക് കടക്കാം. ശ്രീകുമാർ സർ 77 ആയിരുന്നു ഗുരുകുലത്തിൻ്റെ. ഇപ്പോഴത്തെ മാർക്ക് വിവാദത്തിൽ 24, അപ്പോൾ 101 മാർക്ക്. അമൃത വിദ്യാലയം പുതിയകാവ് സോഫാർ 83 ആയിരുന്നു ആദ്യത്തെ 3 റൗണ്ടിൽ. ഇപ്പോഴത്തെ വിവാദത്തിൽ 24 മാർക്കാണ്. സോ ടോട്ടൽ 107. അമൃത വിദ്യാലയത്തിന് ഇതിൻ്റെ ഡിബേറ്റിലെ 24-ഉം അതിന് മുമ്പുള്ള അതുവരെയുള്ള സ്കോർ 87 ആണ്. അപ്പോൾ രണ്ടും കൂടെ ചേർത്ത് 111 അമൃത വിദ്യാലയം. പ്ലീസ്. ശ്രീശങ്കര വിദ്യാലയത്തിന് ഇതിന് മുമ്പുള്ള സ്കോർ 78 കഴിഞ്ഞ റൗണ്ടുകളിൽ. ഇപ്പോഴത്തേത് 22, അപ്പോൾ തികച്ചും 100 മാർക്ക്. ഓക്കെ. ഇന്ന് ഒഴിവാക്കപ്പെടുന്ന ടീം ഗുരുകുലം പബ്ലിക് സ്കൂൾ തൃശ്ശൂരും ശ്രീശങ്കര വിദ്യാലയം വെള്ളറട. 2 ശക്തമായ പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടാണ് ഈ 2 ടീമുകളും പോകുന്നത്. 2 പേർക്കും അഭിനന്ദനങ്ങൾ. ഇവർക്ക് മൊമെന്റോയും സർട്ടിഫിക്കറ്റും നൽകാനായി നമ്മുടെ ആരാധ്യരായ വിധികർത്താക്കളെ ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ സാർ, ശ്രീ കാവാലം ശ്രീകുമാർ സാർ എന്നിവരെ ആദരവോടെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളു. കീർത്തിച്ചിടുന്നതി ശ്രേഷ്ഠമാം ഭാരതേ, കീർത്തിച്ചിടുന്നതി ശ്രേഷ്ഠമാം ഭാരതേ. ശ്രേഷ്ഠ ഭാരതം മഹത്തരമായൊരു ദൗത്യമാണ്. ഭാരതത്തെ ശ്രേഷ്ഠമാക്കാനും ശ്രേഷ്ഠമായ ഭാരതത്തിൻ്റെ നന്മകൾ നമ്മുടെ അടുത്ത തലമുറയിലേക്ക് എത്തിക്കാൻ ഈ ദൗത്യത്തിൽ മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.